അപ്പം ഞാനൊരു സംഗതി പറഞ്ഞ് കാണിച്ചു തരാം. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഇതാണ് സാധനം. ഇത് എത്രയായി? നല്ല റോസ് കളറിനോട് വരുന്നത്. റോസ് കളറല്ലേ? അല്ല, ഇതിപ്പോ എത്ര ഇപ്പൊ കുഴിച്ചിട്ട് ഈ ഒരു ഇതില് എത്താന്? ഒരു 1.5 വർഷമൊക്കെ. 1.5 വർഷം ഇങ്ങനെ ആവാനും ആണോ? തോന്നുന്നുണ്ട്. ഇപ്പം ഞങ്ങള് ഒരു 5-8 കായ് പറിച്ചു. കായ് പറിച്ചല്ലേ? സംഭവം ഇതിപ്പോ ഈ ഒരു ഇതിങ്ങനെ പോന്നിട്ട് അതിങ്ങനെ ചെറിയൊരു ഇതിലുള്ളു. പക്ഷെ ഈ ഒരു വേരുകളൊക്കെ ഉണ്ടല്ലോ, ഇതിലുള്ളൊക്കെയാണ് ഇതില്ലേ പോണതില്ലേ? അത് ശരി. സംഭവം അടിപൊളി. ഇത് എത്ര കായ് ഇങ്ങനെ? ഇതിന് ഒരു 5-8 കായ് ഞങ്ങൾ പറിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പൊ അതിന് കുറച്ച് കായ് കൂടെ ഉണ്ട്. സംഭവം ഇതിപ്പോ ഈ ഒരു ഒറ്റ തന്നെ ഉള്ളു ഇവിടെ? ഒറ്റ വള്ളി. പിന്നെ ഞങ്ങൾ കൃഷിയായിട്ട് വെച്ചത് റംബുട്ടാന്. റംബൂട്ടാന്. പിന്നെ ഇതെന്താണ് എന്തായാലും പറയാ, ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ട് ഇവിടെ. ഉണ്ടാക്കിയതാണ്. പിന്നെ കൃഷികളായിട്ട് ഇങ്ങനെ ഉണ്ട്. എന്തുണ്ടാക്കി വെച്ചാലും കൃഷി നല്ല രീതിയിൽ വളരും ഇവിടെ. അത് ശരി. അങ്ങനത്തെ ഒരു ഏരിയ ആണല്ലേ? ഒരു സംഭവം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു കോഴി ഫാം ആണ് കേട്ടോ ഈ ഒരു കാണുന്നത്. അപ്പം ഇത് അത്രയും നല്ലൊരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണിത്. ഡ്രാഗൺ ഫ്രൂട്ട് നല്ല രസമുണ്ട്. ഇതെങ്ങനെ മധുരം ഉണ്ടാവുക? കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട് അല്ലേ? പല സൈസും പലതാണ്. ഇത് അത്യാവശ്യം മധുരമൊക്കെ ഉള്ളതാണ്. സംഭവം ഏതായാലും നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇതാണ് അമ്പായങ്ങ അല്ലേ? ഇതിപ്പോ ഇത് അത്രത്തോളം അറിയാം പേര്. അമ്പായങ്ങയാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാവും. കുട്ടികളൊക്കെ പാടെ ഒന്ന് പറിച്ചു പോകും. ശരി. എന്തായാലും നല്ല അടിപൊളി ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത്. എന്താണ് മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ്. കോഴി ഫാമാണ് കേട്ടോ. എത്ര ഷെഡ് ഉണ്ട് ഇവിടെ? ഇതിൽ 6 ഷെഡ്. മാക്സിമം ഒരു 15,000 കോഴിയെ നമുക്ക് വളർത്താൻ പറ്റില്ലേ? അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ് കേട്ടോ.